ഹലോ. ഞാൻ ഇടയ്ക്കൊക്കെ വൈകിട്ട് ചായ കുടിക്കാൻ പോകുന്നൊരു കടയാണിത്. ഇങ്ങനത്തെ കടയിലെ ചായക്കൊക്കെ ഭയങ്കര ചൂട് കിട്ടില്ലല്ലോ. എനിക്ക് നല്ല ചൂടുള്ള ചായ വേണം. പിന്നെ മധുരം കമ്മി മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും. ഈ തമിഴ്നാട്ടിലെ ചായയുടെ ഒരു പ്രത്യേക രീതിയാണത്. ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ ചായ സൂപ്പറായതുകൊണ്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ സ്ഥിരം കുടിക്കുന്നൊരു കടയാവുമ്പോൾ ചുമ്മാ അതുവഴി പാസ് ചെയ്യുമ്പോൾ ഒന്ന് കുടിക്കുക എന്നുള്ളൊരു പതിവാണ്. ആ ഗ്ലാസ്സിൽ കണ്ടത് എൻ്റെ ലിപ്സ്റ്റിക്കാണ്, കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയതാണ്. അപ്പോൾ ഞാനൊന്ന് നല്ലി വരെ ഇറങ്ങിയത്, അടയാർ നല്ലി വരെ. ഞാൻ ലാസ്റ്റ് ഡേ പോയി ഒരു തുണി കണ്ടു വെച്ചിരുന്നു എനിക്ക് ഫ്രോക്ക് തയ്പ്പിക്കാൻ. അപ്പം എനിക്ക് ആ പാറ്റേൺ തയ്പ്പിക്കാനുള്ള അതേ ഫ്രോക്ക്, തയ്പ്പിക്കാൻ പോകുന്ന പാറ്റേണുള്ള അതേപോലത്തെ ഒരു ഫ്രോക്ക് എനിക്ക് വേറെ ഉണ്ട്. അതിട്ട് തന്നെ ഞാനങ്ങ് ഇറങ്ങി. അപ്പോൾ പാറ്റേൺ ഇതാന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ നല്ലി എത്തി. നല്ലിയുടെ 2 സൈഡുണ്ട്. ആ സൈഡിൽ സാരിയും ഈ സൈഡിൽ ഇങ്ങനത്തെ കട്ട് പീസ് തുണിയൊക്കെയാണ്. അപ്പോൾ ഞാൻ മറ്റേ സൈഡിൽ കയറി സാരി ഒക്കെ ഒന്ന് നോക്കി, പട്ടുസാരിയൊക്കെ ഒന്ന് നോക്കി. ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ട് എനിക്ക് വേണ്ട തുണി കഴിഞ്ഞ ദിവസം കണ്ടു വെച്ചിരുന്നതുകൊണ്ട് അധികം സമയം നിൽക്കേണ്ടി വന്നില്ല. എനിക്ക് വേണ്ട തുണി പറഞ്ഞു കൊടുത്തു. അത് തന്നെ കട്ട് ചെയ്തങ്ങ് 2.5 മീറ്റർ എടുത്തു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പതുക്കെ നല്ലീന്ന് ബില്ലൊക്കെ പേ ചെയ്തിറങ്ങി. അതായത് കണ്ടോ, ഈ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി വയ്ക്കുന്നതാണ്. കൊച്ചിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തിനാ ഇതിങ്ങനെ ഇട്ട് വയ്ക്കുന്നതെന്ന് വിചാരിക്കുമായിരുന്നു. അതുപോലെ തന്നെ വെള്ളത്തിനകത്ത് നാരങ്ങ ഇട്ട് വയ്ക്കുമല്ലോ കടകളിലൊക്കെ, ഹോട്ടലുകളിലൊക്കെ കാണാം. കണ്ണ് കിട്ടാതിരിക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലീന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ തയ്യക്കടയിൽ പോയി. തയ്യക്കട കണ്ടുപിടിക്കണം. ആദ്യമായിട്ടൊരു തയ്യക്കടയിൽ കൊടുക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ ഈ ലൊക്കേഷൻ ഇട്ട് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ വലിയ ചടങ്ങാണ്. അപ്പോൾ അങ്ങനെ തയ്യക്കടയൊക്കെ കണ്ടുപിടിച്ചു, അളവൊക്കെ കൊടുത്തു, എന്നിട്ട് പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.